32ാമത് SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ബദിയടുക്കയിൽ തിരശ്ശീല വീഴുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് എങ്ങനെയായിരുന്നു സാഹിത്യോത്സവിന്റെ അനുഭൂതികൾ? ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ടില്ല മുമ്പ്, ബദിയടുക്കയിൽ നടന്നിട്ടില്ല. നല്ല അഭിപ്രായം. ഇങ്ങനത്തെ ഒരു പരിപാടി ഇതുവരെ ഞാൻ നടന്നതിൽ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. നല്ല ആയ പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. ഞാനിപ്പോൾ കണ്ടതിന് വെച്ചാൽ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടാണ് കാണുന്നുള്ളത്. ഇത്ര ഒരു പരിപാടി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സൂപ്പറായിട്ടുണ്ട്, കച്ചവടക്കായിട്ടുണ്ട്, നല്ല സംവിധാനമാണ്. വളരെ ഭംഗിയായിട്ട് നടന്നിന്. നല്ല ഈ ബദിയടുക്കൽ ഇന്ത്യ സാഹിത്യോത്സവം ഇങ്ങനത്തെ ഒരു പരിപാടി വേറെ നടന്നിട്ടില്ല. വളരെ സന്തോഷം, നല്ല കാര്യം, നല്ല പരിപാടിയായി. നല്ല കളർഫുള്ള്, പിന്നെ ബാക്കിയുള്ള മതസൗഹാർദ്ദമായിട്ടും ബാക്കി എല്ലാ കാര്യത്തിലും വളരെ നല്ല ഭംഗിയായിട്ട് നല്ല പരിപാടി, വളരെ ഉഷാറാണ്. ഏറ്റവും നല്ല ഒരു പരിപാടിയാണ്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിട്ടില്ല. സാഹിത്യോത്സവം അത് തന്നെയാണല്ലോ തീർച്ചയായിട്ടും സാഹിത്യോത്സവം എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ വായനയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. നമുക്കിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. ഇവിടെ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു സാഹിത്യോത്സവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ സാഹിത്യോത്സവമൊക്കെ നടക്കാറുള്ളത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലും. അപ്പോൾ അവിടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് കുറേ കണ്ടു കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പരിപാടിയാണ്, നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. ഈ നാട്ടിലേക്ക് നല്ല അഭിമാനം, നല്ല പരിപാടി, നല്ല പരിപാടി, നല്ല പരിപാടിയാണ്. നല്ല ആൾക്കാരും ടൗൺ തന്നെ ഒരു നല്ല ഇതായി, നല്ല ആൾക്കാരുടെ കൂടിച്ചാകുമ്പോൾ കാണാൻ 4-5 ദിവസമായില്ല പരിപാടി. അതില്ല ഒരു പ്രശ്നമില്ല. നല്ല റോഡ് ബ്ലോക്ക് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സൗകര്യവും നല്ല. ബദിയടുക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ചരിത്ര വിജയമാണ് ഈ സംഭവം. ബദിയടുക്ക ഹൃദയത്തിലേറ്റി ഈ സാഹിത്യോത്സവത്തിന് വിരാമം നൽകുന്നു. നന്ദി.